السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على من أرسله رحمة للعالمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിങ് എന്ന് പറയാവുന്ന വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡ്, അതിന് നിർവഹിക്കാവുന്ന ഏറ്റവും മഹനീയമായ ഒരു പ്രവർത്തനമാണ് ഇന്ന് ഈ ഒരു സമ്മേളനത്തിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള, വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള, അതിൻ്റെ ഉത്തരവാദിത്വം അമാനത്ത് ഏറ്റെടുത്തിട്ടുള്ള അധ്യാപകരോടും അധ്യാപികമാരോടുമായി കൊണ്ടുള്ള സംസാരം, അതാണ് ഇന്നിവിടെ നടക്കുന്ന മുഴുവൻ സംസാരങ്ങൾ. ഇതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഉദ്ഘാടന സംസാരത്തിലൂടെ നമ്മളൊക്കെ മനസ്സിലാക്കി, സമൂഹം ഇന്ന് പഴയ കാലത്തെ പോലെയല്ല. എവിടെയും തന്നെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എത്തേണ്ടിടത്ത് അല്പമെങ്കിലും എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ദൗത്യം നിർവഹിക്കേണ്ടവർ നമ്മളൊക്കെയാണ് എന്നുള്ളത് എൻ്റെ മുന്നിലിരിക്കുന്ന അധ്യാപകന്മാരും അധ്യാപികമാരും ആ വിഷയത്തിൽ ഏറെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന അത്ര തന്നെയുള്ള സമയം നമുക്ക് മദ്രസയിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഞങ്ങളുടെയൊക്കെ പ്രായമുള്ള ആളുകൾ മദ്രസ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രാവിലെയും വൈകുന്നേരവും മദ്രസ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ, അങ്ങനെയുള്ള മദ്രസയിലാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. രാവിലെ ഏകദേശം 7 മണി മുതൽ 9:30-10 മണി വരേക്കുമുള്ള സമയം രാവിലെ മദ്രസകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈകുന്നേരവും മദ്രസ ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം തന്നെ പോയി. അധികവും ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന അധ്യാപകരിൽ പലരും സൺഡേ മദ്രസ മാത്രം നിർവഹിച്ചുകൊണ്ട് അതിൽ അധ്യാപകരായിട്ടുള്ളവരുണ്ടാകാം, ഈവനിങ് മദ്രസയിൽ മാത്രം അധ്യാപകരായിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ നമുക്ക് വളരെ കുറച്ചായി കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൊടുക്കേണ്ടത് കൃത്യമായ സമയത്ത് അവരുടെ പ്രായത്തിനനുസരിച്ച് കൊടുക്കാൻ അതിന് നമുക്ക് സാധിക്കണം. പഴയ കാലത്ത് എത്രയായിരുന്നോ നമ്മൾ നൽകിയിരുന്നത്, എന്തായിരുന്നോ നൽകിയിരുന്നത്, അത് ഇന്നും ആവശ്യമാണ്. പക്ഷെ എങ്ങനെ കൊടുക്കണമെന്നുള്ള ഏറെ ആലോചനയോടുകൂടിയുള്ള ശ്രദ്ധയും ചിന്തയും ഉണ്ടാകണം. അതാണ് ഇവിടുത്തെ ഇന്നത്തെ ഈ ഒരു സമ്മേളനത്തിലൂടെ നമ്മളൊക്കെ ഏറ്റെടുക്കേണ്ടത്. അതുപോലെ തന്നെ പഴയ കാലഘട്ടങ്ങളിൽ മദ്രസകൾ, ആ മദ്രസകളിൽ വെച്ചായിരുന്നു കുട്ടികളെ നിങ്ങൾ സ്കൂളിലേക്ക് പോകണം, മതപരമായ കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഭൗതിക കാര്യങ്ങളും നിങ്ങൾ പഠിക്കണമെന്ന് ഉപദേശിച്ചിരുന്ന, അങ്ങനെ അതിനു വേണ്ടി രക്ഷിതാക്കളെ പ്രേരിപ്പിച്ചിരുന്ന, അതിനുവേണ്ടി ഉറുതി പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്നു. കാരണം പ്രധാനമായും ചിന്തിച്ചിരുന്നത് മദ്രസയും മതവിദ്യാഭ്യാസവുമായിരുന്നു. ഇന്നത് തീരെ പോയി കഴിഞ്ഞു. ഇന്ന് പലപ്പോഴും തന്നെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം പോരാ, മതവിദ്യാഭ്യാസവും നമുക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മദ്രസയിൽ പോകുന്നവരുടെ അവസ്ഥ തന്നെ പരിശോധിച്ചാൽ ഏതാനും മിനിറ്റുകൾ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ എന്ന് ബഹുവചനമായി കൊണ്ട് പറയാൻ, ദ്വിവചനമായി കൊണ്ട് പറയാൻ പോലും മദ്രസ പഠനം കുട്ടികൾക്ക് കിട്ടാത്ത, അത്രയും മണിക്കൂറുകൾ കിട്ടാത്ത ഒരു കാലത്ത്, ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അധ്യാപകരെ, അധ്യാപികമാരെ, നമ്മുടെ ദൗത്യം വലുതാണ്. കാരണം ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറ, കുട്ടികൾക്ക് സൗമ്യമായി കൊണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, അതല്ലെങ്കിൽ സമൂഹത്തിന് പഠിപ്പിക്കുന്ന മുഅല്ലിമായി കൊണ്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് തിരുനബിയുടെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മുഅല്ലിമൻ മുയസ്സിറ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയം കുറഞ്ഞ മിനിറ്റുകളാണെങ്കിലും കുട്ടികളുടെ മനസ്സിനെ, അവരുടെ താല്പര്യവും അവർക്കതിനോട് ജിജ്ഞാസയും ഉണ്ടാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയായിരിക്കണം. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ അങ്ങനെ നിയോഗിക്കപ്പെട്ടു.
അതേ ഒരവസ്ഥ നമുക്കുണ്ടാകണം. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള പഠന കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ച ഷൗക്കിയാത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല. ഒരു മുഅല്ലിം എന്ന് പറഞ്ഞാൽ ഒരു റസൂലിന്റെ സ്ഥാനത്തോളം എത്താറായിട്ടുണ്ട്. അള്ളാഹു നിയോഗിച്ച മനുഷ്യവർഗത്തെ സംസ്കരിച്ച് നന്നാക്കുന്നതിന് വേണ്ടി നിയോഗിച്ച റസൂലുമാർ, പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ ഇനി ലോകത്ത് വരില്ല. പക്ഷെ ആ പ്രവാചകന്മാരുടെ സ്ഥാനത്തിന്റെ ഏകദേശം അതിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല. ഒരു മുഅല്ലിം എന്ന് പറഞ്ഞാൽ റസൂലിന്റെ ഏകദേശം അതേ പദവിയോളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ നമ്മൾ ആ ഒരു ദൗത്യം ഏറ്റെടുക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ തീർച്ചയായും ഇവിടെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ പാരത്രിക ജീവിതം, മരണാനന്തര ജീവിതം കൊതിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിൽ തീർച്ചയായും ഇവിടെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അത് നമുക്ക് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് അനുകൂലമായി തീരണം. അത് നമുക്ക് നമ്മുടെ പരലോക രക്ഷയ്ക്ക് ഉപകരിക്കുന്നതാകണം. ആ നിലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ മക്കളുടെ പ്രവർത്തനങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും എനിക്കും ഖൈറ് ലഭിക്കുമെന്നുള്ള മനസ്സോടുകൂടി അതിനു വേണ്ടി പരിശ്രമിക്കുക. ആ നിലക്ക് നമ്മുടെ ഉത്തരവാദിത്വം നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ അമാനത്ത് അത് കൃത്യമായി നിർവഹിക്കുന്ന യഥാർത്ഥ ബോധത്തോടുകൂടി ജീവിക്കുന്ന അധ്യാപകന്മാരും അധ്യാപികമാരുമായി കൊണ്ട് കഴിയുവാൻ അള്ളാഹു നമുക്കെല്ലാം തന്നെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ ഒരു സംഗമത്തിലൂടെ അടുത്ത തലമുറയുടെ ഏറ്റവും ഉന്നതമായ ഉദാത്തമായ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള ആ ഒരു ദൗത്യം ഏറ്റെടുക്കാനുള്ള മനസ്ഥിതി അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സംഗമത്തിന് മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.